എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ്, അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇടയാക്കി. ഇങ്ങനെ ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനം എന്ത് ചെയ്തു? ഇന്ത്യയിലും ഉണ്ടായി. ആ സ്വാധീനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകൃതമായി. അപ്പോൾ ഇങ്ങനെ ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തേത് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, ഓപ്ഷൻ ബി മദ്രാസ് ലേബർ യൂണിയൻ, ഓപ്ഷൻ സി അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഓപ്ഷൻ ഡി INTUC. അപ്പോൾ ഇതിലേതാണ് അന്ന് റഷ്യൻ വിപ്ലവത്തെ തുടർന്നുണ്ടായ സ്വാധീനത്തിൽ ഇന്ത്യയിൽ വിവിധ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആദ്യകാല തൊഴിലാളി സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, INTUC ആണ്. അപ്പോൾ ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെ തുടർന്ന് ഇന്ത്യയിൽ വിവിധ തൊഴിലാളി സംഘടനകൾ രൂപീകൃതമായി. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട ആദ്യകാല തൊഴിലാളി സംഘടനകൾക്ക് ഉദാഹരണമാണെന്ത്? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയനും അതുപോലെ AITUC അഥവാ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസും. ഈ മൂന്ന് സംഘടനകളും ആദ്യകാല തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ്. INTUC ഒക്കെ എന്താണ്? പിന്നീട് രൂപീകൃതമായ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയാണ് INTUC. ഈ AITUC രൂപീകരിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നെങ്കിലും പിന്നീട് അത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു തൊഴിലാളി സംഘടനയാണ് AITUC. നിലവിലത് CPIയുടെ തൊഴിലാളി സംഘടനയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPIയുടെ തൊഴിലാളി സംഘടനയാണ് AITUC. CPIMൻ്റെ ആണെങ്കിൽ അത് CITU ആണ്. കോൺഗ്രസിൻ്റെത് INTUC. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക്കായി പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. 1920 NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് രൂപീകരിച്ച തൊഴിലാളി സംഘടന INTUC, AITUC, മദ്രാസ് ലേബർ യൂണിയൻ, CITUC. അപ്പോൾ 1920 MN റോയിയും ലാലാ ലജ്പത് റായും മുൻകൈയെടുത്ത് രൂപീകരിച്ച തൊഴിലാളി സംഘടന ഏതാണ്? AITUC ആണ്, അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓപ്ഷൻ ബി അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC ആണെന്ത്? ലാലാ ലജ്പത് റായും NM ജോഷിയും 1920 മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിച്ച സംഘടന. അപ്പോൾ AITUC രൂപീകൃതമായത് 1920 ആരാണ് രൂപീകരിച്ചത്? ലാലാ ലജ്പത് റായും NM ജോഷിയും. ലാലാ ലജ്പത് റായും NM ജോഷിയും മുൻകൈ എടുത്ത് രൂപീകരിച്ച 1920 രൂപീകരിച്ച തൊഴിലാളി സംഘടനയാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC. ഈ സംഘടന നിലവിൽ CPIയുടെ തൊഴിലാളി സംഘടനയാണ്. ആദ്യകാല തൊഴിലാളി സംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യകാല തൊഴിലാളി സംഘടനകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തേത് നോക്കാം. തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതെന്താണ്? തൊഴിലാളി സംഘടനയുടെ ലക്ഷ്യമായിരുന്നു. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. അതും എന്താണ്? തൊഴിലാളി സംഘടനയുടെ ലക്ഷ്യമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവമായ പങ്കുവഹിക്കുക. അതും എന്തായിരുന്നു? തൊഴിലാളി സംഘടനകളുടെ ലക്ഷ്യങ്ങളായിരുന്നു. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നയിക്കുക. അതെന്താണ്? തെറ്റാണ്. അങ്ങനെ ഒരു ലക്ഷ്യം ആദ്യകാല തൊഴിലാളി സംഘടനക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യകാല തൊഴിലാളി സംഘടനകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
ഒന്നാമത്തെ ലക്ഷ്യം തൊഴിലാളി വർഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. മൂന്നാമത്തെ ലക്ഷ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. അപ്പോൾ ആദ്യകാല തൊഴിലാളി സംഘടനകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും 3 ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായാണ് ഇവയൊക്കെ രൂപീകരിച്ചത്. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക എന്നിവയായിരുന്നു ആദ്യകാല തൊഴിലാളി സംഘടനകളുടെ ലക്ഷ്യങ്ങൾ. ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്, പിൽക്കാലത്ത് ഇതെന്ത് ചെയ്തു, അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ലാഹോറിൽ വെച്ചാണ് എന്ത് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത്. പിൽക്കാലത്ത് ഈ കിസാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്താണ്, അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ ഇത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ലാലാ ലജ്പത് റായ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി NG രംഗ, ഓപ്ഷൻ സി NM ജോഷി, ഓപ്ഷൻ ഡി രാകേഷ് ടിക്കായത്ത്. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, NG രംഗയാണ്. ഇപ്പോൾ ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? NG രംഗയാണ്. പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ എന്നറിയപ്പെട്ടത് ഈ ഒരു അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്ന കർഷക സംഘടനയാണ്. അപ്പോൾ ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്, പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ച സംഘടന രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ്, NG രംഗയാണ്. ഓപ്ഷൻ എ ലാലാ ലജ്പത് റായും ഓപ്ഷൻ സി NM ജോഷിയും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്താണ്, AITUC തൊഴിലാളി സംഘടനയായ AITUC 1920 രൂപീകരിച്ച ആളുകളാണ്. രാകേഷ് ടിക്കായത്ത് ആരാണ്? രാകേഷ് ടിക്കായത്ത് കർഷക നേതാവാണ്. നിലവിൽ ഇന്ത്യയിൽ കർഷക സമരം നടന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് ആര്? രാകേഷ് ടിക്കായത്ത്. അപ്പോൾ ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചത് കർഷകർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. അത് രൂപീകരിച്ചത് NG രംഗയാണ്. നമ്മളെ രംഗണ്ണനാണ്, രംഗണ്ണനുമായി കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ രംഗണ്ണനാണല്ലോ ട്രെൻഡ്. അപ്പോൾ NG രംഗ എന്താണ്? രംഗയാണ് കർഷകർക്ക് വേണ്ടി അവർ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഈ സംഘടനയാണ് പിന്നീട് പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചത്. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കിസാൻ മാനിഫെസ്റ്റോക്ക് രൂപം നൽകി. താഴെ തന്നിരിക്കുന്നവയിൽ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ്. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഒരു കിസാൻ മാനിഫെസ്റ്റോ തയ്യാറാക്കി. അപ്പോൾ ഈ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉൾപ്പെടുന്നവ ഏതാണെന്ന് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇപ്പോൾ ഒന്നാമത്തേത് നോക്കാം. ഭൂനികുതിയും പാട്ടവും 50% കുറക്കുക. 2 കടങ്ങൾ മരവിപ്പിക്കുക. 3 ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. 4 കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. 5 കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഈ 5 ആവശ്യവും എന്താണ്, കർഷക മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആവശ്യങ്ങളാണെന്ത്, ഈ ഒരു 5 എണ്ണം. അപ്പോൾ എന്താണ് 1, 2, 3, 4, 5 എന്നിവ എന്നാണ് ഉത്തരം വരിക. അപ്പോൾ ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കർഷക മാനിഫെസ്റ്റോക്ക് അല്ലെങ്കിൽ കിസാൻ മാനിഫെസ്റ്റോക്ക് രൂപം നൽകി. അപ്പോൾ ഈ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഭൂനികുതിയും പാട്ടവും 50% കുറക്കുക, ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ കടങ്ങൾ മരവിപ്പിക്കുക. മൂന്നാമത്തെ ആവശ്യം ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. നാലാമത്തെ ആവശ്യം എന്താണ്, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. അഞ്ചാമത്തെ ആവശ്യം കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. അപ്പോൾ കിസാൻ മാനിഫെസ്റ്റോയിലെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആവശ്യം ഭൂനികുതിയും പാട്ടവും 50% കുറക്കുക. രണ്ടാമത്തേത് കടങ്ങൾ മരവിപ്പിക്കുക. മൂന്നാമത്തേത് ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. നാലാമത്തേത് കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. അഞ്ചാമത്തേത് കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഈ ഒരു 5 ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കർഷക മാനിഫെസ്റ്റോക്ക് കർഷകർ രൂപം നൽകിയത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർഷക മാനിഫെസ്റ്റോ, അതിലെ ആവശ്യങ്ങൾ.
വിവിധ കലാപങ്ങളും അവ നടന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അപ്പോൾ ഇന്ത്യയിൽ കർഷക സംഘടനകളൊക്കെ രൂപീകരിച്ചതിൻ്റെ ഫലമായിട്ട് വിവിധ കലാപങ്ങളൊക്കെ ഇന്ത്യയിൽ പല ഭാഗത്ത് നടന്നു. അപ്പോൾ ആ കലാപങ്ങളും അവയുമായി ബന്ധപ്പെട്ട അവ നടന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. തേബാഗ സമരം ബംഗാൾ. അതെന്താണ്? ശരിയാണ്. തേബാഗ കർഷക സമരം നടന്നത് ബംഗാളിലാണ്. ശരിയാണ്. തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശ്. അതും ശരിയാണ്. തെലുങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. തോൽവിറക് സമരം മദ്രാസ്. അതെന്താണ്? തെറ്റാണ്. തോൽവിറക് സമരം നടന്നത് കേരളത്തിലാണ്. തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ചീമേനിയാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. നാവിക കലാപം മുംബൈ. അതെന്താണ്? ശരിയാണ്. മുംബൈയിലാണെന്ത്? നാവിക കലാപം നടന്നത്. അപ്പോൾ ഓപ്ഷൻ സി 3 ഇതിൽ തെറ്റ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന കലാപങ്ങളും അവ നടന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡി, അതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ്. തോൽവിറക് സമരം മദ്രാസ് എന്നുള്ളതാണ് എന്ത്? തെറ്റ്. അത് കേരളത്തിലാണ് നടന്നത്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. അപ്പോൾ തേബാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. തെലുങ്കാന സമരം നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം നടന്നത് മുംബൈയിലാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള 3 കാര്യങ്ങളും എന്താണ്? ശരിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പായിട്ട് ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം നടന്നു. അധികാര കൈമാറ്റം മീൻസ് ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു അധികാര മാറ്റം നടന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക്, ലേബർ, വർക്കർ, സോഷ്യലിസ്റ്റ് പാർട്ടി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലേബർ പാർട്ടിയാണ്. ഇപ്പോൾ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണെന്ത്? ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ആവശ്യം കൂടുതൽ ശക്തമായ രീതിയിൽ അവർ പരിഗണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ലേബർ പാർട്ടിക്കാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനോട് അനുഭാവ നിലപാടായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാണ്ട് അവർക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ലേബർ പാർട്ടിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോട് അനുകൂല നിലപാടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പെട്ടെന്ന് ഒന്നുകൂടി സ്പീഡായത്. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി എന്ന് പറയുന്നത് ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടിയാണ് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ലേബർ പാർട്ടിയാണ്. പ്രധാനമന്ത്രി ആരാന്നുള്ളത് നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാം. അടുത്തത് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ലേബർ പാർട്ടി നേതാവായിരുന്ന ക്ലെമൻറ്റ് ആറ്റ്ലിയാണ്. ക്ലെമൻറ്റ് ആറ്റ്ലി ഓപ്ഷൻ സി ആണ്. ക്ലെമൻറ്റ് ആറ്റ്ലി ആയിരുന്നു എന്ത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ലേബർ പാർട്ടി. ലേബർ പാർട്ടിയുടെ നേതാവായ ക്ലെമൻറ്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അവർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ആവശ്യം കൂടുതൽ നല്ല രീതിയിൽ പരിഗണിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പെട്ടെന്ന് സുഗമമായി നടക്കാനും കാരണമായത്. സ്വാതന്ത്ര്യം പെട്ടെന്ന് കിട്ടാനുള്ള കാരണവും എന്താണ്? ബ്രിട്ടനിൽ നടന്ന അധികാര കൈമാറ്റമായിരുന്നു. മൗണ്ട് ബാറ്റൻ ആരാണ്? ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് ആര്? മൗണ്ട് ബാറ്റൻ. വെല്ലസ്ലി പ്രഭു ആയിരുന്നു. വെല്ലസ്ലി പ്രഭു ആരാണ്? വെല്ലസ്ലി പ്രഭുവും ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു വെല്ലസ്ലി പ്രഭു. അടുത്തത് എന്താണ്? വ്യക്തിയെ തിരിച്ചറിയാനാണ്. കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വ്യക്തിയെ തിരിച്ചറിയാനാണ്. ഒന്നാമത്തെ സൂചന, ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തു. രണ്ടാമത്തത്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. മൂന്നാമത്തേത്, മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട ഇദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വ്യക്തിയെ തിരിച്ചറിയാനാണ്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട ഇദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ സി മൗലാന മുഹമ്മദ് അലി, ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ ആരാണ് ഈ സൂചനകൾ വെച്ച്? നമുക്ക് അതിർത്തി ഗാന്ധി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണെന്ത്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെയായിരുന്നു ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്ത നേതാവ്. അതുപോലെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ്, മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട നേതാവ്, അതുപോലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട നേതാവ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇദ്ദേഹത്തെ ഭാരത് രത്ന നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണെന്ത്?
ഈ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന മുകളിൽ പറഞ്ഞ ഈ ഒരു പ്രത്യേകതകളുള്ള ഈ ഒരു നേതാവ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന മുഹമ്മദ് അലി ആരാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരാണ്? അലിഗഡിൽ അലിഗഡ് സർവകലാശാല സ്ഥാപിച്ച ആളാണ് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് സർവകലാശാല സ്ഥാപിച്ച ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം നോക്കാം. മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് എന്താണ്? മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമാണ് ഇന്ത്യ സ്വതന്ത്രമായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. ഒന്നാമത്തേത് നോക്കാം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കണം. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. മൂന്നാമത്തേത് വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്നതിന് ഹിതപരിശോധന നടത്തണം. നാലാമത്തെ പ്രസ്താവന ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഈ 4 കാര്യങ്ങൾ എന്താണ്? 4ഉം ശരിയാണ്. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു 4 കാര്യങ്ങളാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്താണ്? ഈ 4 കാര്യങ്ങളാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കണം. രണ്ടാമത്തേത് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം. മൂന്നാമത്തേത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്നതിനൊരു ഹിതപരിശോധന നടത്തണം. നാലാമത്തേത് എന്താണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇതാണെന്ത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഈ പദ്ധതി എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1947 ജൂലൈയിൽ പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ ബലത്തിൽ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പേരുള്ള 2 സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ത്? ഈ ഒരു 4 കാര്യം. അപ്പോൾ എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് ചോദിച്ചാൽ ഈ ഒരു 4 കാര്യങ്ങളാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ്? എന്നറിയപ്പെടുന്നതല്ല, അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ്. ബാറ്റൻ കൈമാറുന്ന ആളെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ബാറ്റൻ നമ്മൾ റിലേയിലേക്ക് ആകുമ്പോൾ ബാറ്റൻ കൈമാറുള്ളൂ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക്. അതുപോലെ തന്നെ ബാറ്റൻ, മൗണ്ട് ബാറ്റൻ. അപ്പോൾ ബാറ്റൻ കൈമാറുന്ന ആളായിരുന്നു മൗണ്ട് ബാറ്റൻ. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ. ഈ ചോദ്യത്തിൽ ഇനി മറ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലിട്ടൺ പ്രഭുവിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ പ്രാദേശിക പത്രഭാഷാ നിയമം അഥവാ വെർണിക്കുലാർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ ആളാണ് ലിട്ടൺ പ്രഭു. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കിയ ആളാണ് ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. ഓപ്ഷൻ സി റിച്ചാർഡ് വെല്ലസ്ലി ആരാണ്? വെല്ലസ്ലി ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന ആളാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഓപ്ഷൻ ഡി മെക്കാളെ ആരാണ്? മെക്കാളെ പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ആളാണ് മെക്കാളെ പ്രഭു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ മുൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും ഇംഗ്ലീഷുകാരനും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കോട്ടിങ് നമ്മൾ പഠിച്ചതാണ്. അത് മെക്കാളെ പ്രഭുവാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഒരു മിശ്രമായിട്ടുള്ള ഒരാളുകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ആളാണ് മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് മെക്കാളെ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അഥവാ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് മാസത്തിലാണ്? 1947 ഓഗസ്റ്റ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 1947 ജൂലൈ. ഓപ്ഷൻ സി 1947 ജൂൺ. ഓപ്ഷൻ ഡി 1947 ജനുവരി. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് 1947 ജൂലൈ ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്.
1947 ജൂലൈയിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതിൻ്റെ പിറ്റേ മാസം ഓഗസ്റ്റ് 15-നാണ് എന്ത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് സ്വതന്ത്രമായിട്ട്. ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയത് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. അപ്പോൾ ജൂലൈയിലാണെന്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1947 ജൂലൈ മാസത്തിലാണ്. 1947 ജൂലൈ മാസത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അഥവാ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ ഈ ഒരു 12 ചോദ്യമാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ അടുത്ത ചോദ്യങ്ങളുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ റിവിഷൻ സീരീസ് എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഉപയോഗപ്പെടുത്തി അവർക്ക് അതിൻ്റെ ഫലം ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് സന്തോഷം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരും. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.